നമസ്കാരം ഫ്രണ്ട്സ്, ഈ വീഡിയോ അവസാനം വരെയും കാണുക. 20 PSC ക്വസ്റ്റ്യനും ആൻസറും ആണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഈ 20 ചോദ്യോത്തരങ്ങൾ മത്സര പരീക്ഷയിൽ ഉപകാരപ്രദമായി മാറും. വെൽക്കം ടു ഡ്രീംസേഴ്സ് യൂട്യൂബ് ചാനൽ. ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ്. മൂന്നാമത്തെ ചോദ്യം നോക്കാം. വളരെ രസകരമായി ചിത്രങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചാണ് ഈ വീഡിയോ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? അതിൻ്റെ ആൻസറും രാജാറാം മോഹൻ റോയ് തന്നെയാണ്. ഒരുപാട് മത്സര പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യം ആണ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് എന്തിനെയാണ് വിശേഷിപ്പിക്കുന്നത്? മൗലിക അവകാശങ്ങൾ. ഓർത്തുവെക്കുക, മൗലിക അവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും തന്നെയാണ് അടുത്ത ചോദ്യവും. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? അതും മൗലിക അവകാശങ്ങൾ. അപ്പോൾ അതിൻ്റെയും ഉത്തരം മൗലിക അവകാശം തന്നെയാണ്, ഫണ്ടമെന്റൽ റൈറ്റ്. വീണ്ടും നമ്മൾ മൗലികാവകാശവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് നോക്കുന്നത്. പൗരന്മാരുടെ മൗലികാവകാശങ്ങൾക്ക് മേൽ ആവശ്യമായ നിയന്ത്രണം നടത്താനുള്ള അധികാരം ആർക്കാണ്? ഓർത്തുവെക്കുക, പാർലമെന്റിനാണ് ഉള്ളത്. മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം ഏതാണ്? കൈത്തറിയാണ് കേട്ടോ. കൈത്തറിയാണ് മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണ്? കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് നദിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ആണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഏത് നദിയിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്? ഇത് ഒരുവിധം എല്ലാവർക്കും അറിയുന്ന ചോദ്യം ആയിരിക്കും. മുതിരപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കുറ്റിയാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? 1972 കുറ്റിയാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിലാണ്, അതുകൂടി ഓർത്തു വെച്ചോളൂ. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 744 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? തിരുമംഗലം, കൊല്ലം തിരുമംഗലം എന്നീ 2 സ്ഥലങ്ങളെയാണ് 744 ദേശീയപാത കണക്ട് ചെയ്യുന്നത്. ഇനി ചരിത്രത്തിൽ നിന്നും ഉള്ള ഒരു ചോദ്യം ആകാം. 5 തെങ്ങ് കലാപം നടന്ന വർഷം ഏതാണ്? 1697 5 തെങ്ങ് കലാപം നടന്നിട്ടുള്ളത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പണ്ടകശാല ഏതാണ്? 5 തെങ്ങാണ്. അതുകൂടി ഓർത്തോളൂ കേട്ടോ. പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറവത്തോട്ടം എവിടെയാണ്? അഞ്ചരക്കണ്ടി. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈനാധിപൻ ആരാണ്? കേണൽ ലീഗർ. കാലടിയിൽ രാമകൃഷ്ണ അദ്വൈത ആശ്രമം സ്ഥാപിച്ച വ്യക്തി ആരാണ്? ആഗമാനന്ദ സ്വാമികൾ. അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം ആണ്. കേരളത്തിന്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കർണാടക. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ത്രികോണ ഷേപ്പിലാണ് ഡെക്കാൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. സിന്ധു നദി പാകിസ്ഥാനിലോട്ട് പ്രവേശിക്കുന്ന ഭാഗം ഏതാണ്? ചില്ലാർ. ഓർത്തു വെക്കൂ, ചില്ലാർ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഹാപ്പി ഡേ.